വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. 2024 ജൂലൈയിൽ നടന്ന സെറ്റ് എക്സാമിൽ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് സമയം കളയാണ്ട് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇത് ബുക്ക്ലെറ്റ് നമ്പർ എ ആട്ടോ, ഓപ്ഷൻ എ ആണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറീസ് അസ്യൂംസ് ദാറ്റ് ചിൽഡ്രൻ ഹാവ് നോ ഇന്നേറ്റ് എബിലിറ്റി ടു ലേൺ ദ ലാംഗ്വേജ് ആൻഡ് റിലൈ ഓൺ ഒപ്പാരൻറ്റ് കണ്ടീഷനിങ് ടു ഫോം ആൻഡ് ഇംപ്രൂവ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസ് ഓഫ് ഇറ്റ്. അതായത് കുട്ടികൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നേറ്റ് ആയിട്ടുള്ള എബിലിറ്റി ഒന്നുമില്ല. അവർ പൂർണ്ണമായിട്ടും ഒപ്പാരൻറ്റ് കണ്ടീഷനിങ്ങിനെ ആശ്രയിച്ചിട്ടാണ് ലാംഗ്വേജ് പഠിക്കുന്നത് എന്ന് പറഞ്ഞ തിയറി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം, ബിഹേവിയറിസം, ക്രിട്ടിക്കൽ പെഡഗോജി. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തോന്നും അയ്യോ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. പക്ഷേ ഒപ്പാരൻറ്റ് കണ്ടീഷനിങ് എന്നുള്ളൊരു ടേം ക്വസ്റ്റ്യനിൽ കൊടുത്തുകൊണ്ട് തന്നെ ആൻസർ വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റും. ബിഹേവിയറസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നമ്മൾ പേപ്പർ 1 ലാംഗ്വേജ് ലേണിങ്ങിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ് ലേണിങ്ങിൽ ബിഹേവിയറസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. നമ്മുടെ സെറ്റിൻ്റെ പേപ്പർ 1 നമ്മുടെ ലേണേഴ്സ് ഫ്രണ്ടിലും സെറ്റിൻ്റെ പേപ്പർ 1 പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് തന്നെ ഇംഗ്ലീഷിൽ ചോദിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ബിഹേവിയറിസ്റ്റിൽ നമ്മൾ ആരൊക്കെയാണ് വരുന്നത്? പാവ്ലോവ്, സ്കിന്നർ, അങ്ങനെ ഒരുപാട് പേരുകൾ പഠിച്ചു. ഒപ്പാരൻറ്റ് കണ്ടീഷനിങ് സ്കിന്നറിൻ്റെയാണ്, നമ്മൾ പഠിച്ചിട്ടില്ലേ, സ്കിന്നിൽ ഓപ്പറേഷൻ ചെയ്യുന്നു ആ ഒരു കോഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഒപ്പാരൻറ്റ് കണ്ടീഷനിങ് എന്നുള്ളത് ഏത് കറക്റ്റ് ആൻസറായിട്ട് വരുന്നു? ബിഹേവിയറിസം എന്നുള്ള ആൻസറാണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി? ഓപ്ഷൻസ്: പൗലോ ഫ്രേറി, BF സ്കിന്നർ, ഇവാൻ പാവ്ലോവ്, എഡ്വേർഡ് ടോൾമൻ. നിങ്ങൾ കണ്ടോ ഇതിൽ ഇവർ ഉപയോഗിച്ചിരുന്ന സൂത്രം കണ്ടോ? ആദ്യത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് പേരുടെ പേരുകൾ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. BF സ്കിന്നറും പാവ്ലോവും. ഇത് ഒരു ട്രിക്കാണ്, നമ്മളെ മൈൻഡ് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ട്രിക്കുകളാണ് ഓപ്ഷൻസിൽ കൊടുക്കുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ പെഡഗോജിക്ക് പാവ്ലോവും സ്കിന്നറും തമ്മിൽ യാതൊരു ബന്ധമൊന്നുമില്ല. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് പൗലോ ഫ്രേറി. പോൾ ഫ്രേറി ആണ് ക്രിട്ടിക്കൽ പെഡഗോജിയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ബ്രസീലിയൻ ഫിലോസഫറും എഡ്യൂക്കേറ്ററും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ബുക്കാണ് പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്. 1968 ഈ വർക്ക് പബ്ലിഷ് ചെയ്തത്. ഇതും ചോദിക്കാം, പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ് എന്നുള്ള വർക്ക് എഴുതിയത് ആരാണ്? അപ്പോൾ ആരാണ്? പൗലോ ഫ്രേറി. ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ നമ്മുടെ നെക്സ്റ്റ് എക്സാമിലുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓഫർ പോകുന്നുണ്ട്. സെപ്റ്റംബർ 10 വരെ ആയിരിക്കും ഓഫർ ഉള്ളത്. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടി എടുക്കുമ്പോൾ 3000 മാത്രമേ ഫീസ് വരുന്നുള്ളൂ. ഇനി ആ ഒരു ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പർ 1ന് 2000ഉം ഇംഗ്ലീഷിന് 6000 എന്നുള്ളൊരു ഫീസിലേക്ക് മാറും. അപ്പോൾ ആ ഒരു ഓഫർ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. 1 ഇയർ വാലിഡിറ്റിയിലേക്കാണ് കോഴ്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In Dash method, students learn grammatical rules and then apply those rules by translating sentences between the target language and the native language. ഇത് ലാംഗ്വേജ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ് വായിക്കാം. ഡിറക്റ്റ് മെത്തേഡ്, ഗ്രാമർ ട്രാൻസ്ലേഷൻസ്, ഓഡിയോ ലിംഗ്വൽ, സിറ്റുവേഷണൽ. ചോദ്യത്തിൻ്റെ ഒന്നും കൂടി ചോദ്യം ശ്രദ്ധിക്കുക. In Dash method, students learn grammatical rules and then apply those rules by translating sentences. അപ്പോൾ സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കുട്ടികൾ എന്ത് പഠിക്കുന്നുണ്ട്? ഗ്രാമർ റൂൾസും പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ആൻസർ ഒളിഞ്ഞ് കിടപ്പുണ്ട്. ഗ്രാമർ റൂൾസ് പഠിച്ചുകൊണ്ട് ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിലൂടെയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിലൂടെ കുട്ടികൾ എന്ത് പഠിക്കുന്നു? വൊക്കാബുലറിയും ഗ്രാമർ റൂൾസും ഒക്കെ പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓപ്ഷനിലുള്ള ആദ്യത്തെ നോക്കാം. ഡിറക്റ്റ് മെത്തേഡ്. ഡിറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രൊക്കഡൈൽ ടിയേഴ്സ് നമ്മൾ പറയാറില്ലേ, അതിനെ അതേപോലെ തർജ്ജമ ചെയ്യുന്നതാണ്. അപ്പോൾ മുതലക്കണ്ണീർ. ഡിറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേർഡ് ബൈ വേർഡ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയുന്നത് മുതലക്കണ്ണീർ എന്നുള്ള രീതിയിൽ ഡിറക്റ്റായിട്ട് വാക്ക് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ മുതലക്കണ്ണീർ എന്ന് പറയുമ്പോൾ കള്ളക്കരച്ചിലാണല്ലോ, അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. ഓഡിയോ ലിംഗ്വൽ മെത്തേഡും എന്താണ്? ഒരു ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡാണ്. ഓഡിയോ ലിംഗ്വൽ മെത്തേഡിനെ ALM എന്ന് ഷോർട്ടാക്കി വിളിക്കും. ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. ഇത് ഓഡിയോ ലിംഗ്വൽ വാക്ക് പോലെ തന്നെ
കേട്ട് പഠിക്കുക. നമ്മൾ ടി വിയിൽ ന്യൂസ് കാര്യങ്ങളൊക്കെ കേട്ട് പഠിക്കുന്നതിനെയാണ് ഓഡിയോ ലിംഗ്വൽ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഏതിനെ ഫോക്കസ് ചെയ്യുന്നു? സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് എന്നുള്ള കാര്യങ്ങൾ, ആ സ്കിൽസിനെ ബേസ് ചെയ്തിട്ടാണ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് വരുന്നത്. ഇത് ആദ്യമായിട്ട് എവിടെ? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്താണ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാറിൻ്റെ സമയത്ത് മറ്റ് രാജ്യത്തെ ഭാഷ പഠിക്കണമെങ്കിൽ ഇങ്ങനെ കേട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കാണ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് ആർമി മെത്തേഡ് എന്നും വിളിക്കും. ആർമി മെത്തേഡ്. നമ്മൾ നേരത്തെ ഗ്രാമർ ട്രാൻസ്ലേഷൻ പറഞ്ഞില്ലേ, അതിനെ GTM എന്നും പറയും കേട്ടോ, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. അത് ജർമ്മനിയിൽ 19th സെഞ്ച്വറിയിൽ ജർമ്മനിയിലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഓപ്ഷൻസിൽ വരുന്ന 4ാമത്തെ കാര്യം സിറ്റുവേഷണൽ മെത്തേഡ്. സാഹചര്യം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ക്ലാസ്സുകളിൽ സിറ്റുവേഷണൽ മെത്തേഡാണ് ഉപയോഗിക്കുക. ടീച്ചർ പറയും നിങ്ങളൊരു ആളെ ഫോൺ ചെയ്യുന്നു, അപ്പോൾ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ എങ്ങനെയാണ് എന്ന് സങ്കല്പിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ സിറ്റുവേഷൻ കൊടുത്ത് സിറ്റുവേഷൻ പരമായിട്ട് ലാംഗ്വേജ് പഠിക്കുന്നതിനെയാണ് സിറ്റുവേഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തതിന് 4ാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് is used to refer to the idiosyncrasies of an individual speaker? Options: diglossia, sociolect, idiolect, dialect. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ ഇഡിയോസിൻക്രസി എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അതായത് ഒരു പേഴ്സൻ്റെ സ്പീച്ച് ഹാബിറ്റിന് പറയുന്നതാണ് ഇഡിയോസിൻക്രസി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ എന്ത് പറയുമ്പോഴും ഫുഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയും. ചില ആൾക്കാർ എന്ത് കേട്ട് കഴിഞ്ഞാലും ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അശ്ലീലം കലർത്തിയിട്ടൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുക. ഒരു ഡബിൾ മീനിങ് കലർത്തി പറയാമെന്ന് പറയില്ലേ, അത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസപ്പെട്ടിരിക്കും, ഓരോ വ്യക്തിയുടെ സ്പീച്ച് ഹാബിറ്റുകൾ. അപ്പോൾ അങ്ങനെയുള്ള സ്പീച്ച് ഹാബിറ്റ്, വേ ഓഫ് സ്പീക്കിങ്ങിനെയാണ് ഇഡിയോസിൻക്രസി എന്ന് പറയുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ടേമാണ് ഒരു വ്യക്തിയുടെ ഇഡിയോസിൻക്രസിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യം? ഓപ്ഷൻ എ ഡൈഗ്ലോസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അല്ലെങ്കിൽ അതിലധികമോ ഭാഷകൾ കമ്പൈൻ ചെയ്തിട്ട് സംസാരിക്കുന്നത്. അതായത് ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തന്നെ ഒന്നിലധികം ഭാഷകൾ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും പറയുക. ഉദാഹരണത്തിന് ഞാൻ കാസർഗോഡ് ജില്ലയിൽ ജനിച്ചിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് പറയും. അപ്പോൾ ചില ആൾക്കാർ തന്നെ തുളു പറയുന്നവരുണ്ടാവും, കൊങ്ങിണി സംസാരിക്കുന്നവരുണ്ടാവും, കന്നഡ സംസാരിക്കുന്നവരുണ്ടാവും, അറബി, ഉറുദു ഇതൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ കാസർഗോഡ് ജില്ലയിലുണ്ട്. ഇവർ ഫ്ലുവൻ്റായിട്ട് മലയാളം പറയുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലൊക്കെ കൊങ്ങിണിയും തുളുവും ഒക്കെ പറയുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവർ വളരെ ഫ്ലുവൻ്റായിട്ട് മലയാളം പറയും. അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒന്നിലധികം ഭാഷ അവർ സംസാരിക്കും. അപ്പോൾ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ലാംഗ്വേജ് സ്വിച്ച് ചെയ്യും. അതിനെയാണ് ഡൈഗ്ലോസിയ എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ ഭാഷകൾ ഒരു കമ്മ്യൂണിറ്റി അകത്ത് തന്നെ സംസാരിക്കുന്നതിനെ ഡൈഗ്ലോസിയ എന്ന് പറയും. അപ്പോൾ അതൊരു വേ ഓഫ് സ്പീക്കിംഗ് അല്ലല്ലോ, ഒരു വ്യക്തിയുടെ സ്പീച്ച് ഹാബിറ്റുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അപ്പോൾ ഡൈഗ്ലോസിയ എന്നുള്ളത് ഇതിൻ്റെ ഉത്തരവല്ല. ഇനി സോഷ്യോലെക്റ്റ് എന്താണെന്ന് നോക്കാം. സോഷ്യോലെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ക്ലാസിൻ്റെ സംസാര രീതി, അവരുടെ ഡയലക്റ്റ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു ഉദാഹരണമായിട്ട് മാത്രം എടുക്കുക. ഇപ്പോൾ ബ്രാഹ്മിൻസ് സംസാരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, കുട്ടി ഇങ്ങോട്ട് വരിക, നമ്മൾ സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അവരുടെ സംസാര ശൈലി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവരൊരു സോഷ്യൽ ക്ലാസ്സിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ സംസാര ശൈലി ഒരു പ്രത്യേക രീതിയിലാണ്. അങ്ങനെ ഓരോ സോഷ്യൽ ക്ലാസ്സിൽ പെടുന്നവർക്കും ഓരോ സംസാര ശൈലി ഉണ്ടാവും. അതിനെയാണ് സോഷ്യോലെക്റ്റ് എന്ന് വിളിക്കുക. ഇനി ഇഡിയോലെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് ഹാബിറ്റ് തന്നെയാണ്. നമ്മുടെ ക്ലാസ്സിൽ ലേണേഴ്സ് ഫ്രണ്ട്ലിൻ്റെ ഇംഗ്ലീഷിൻ്റെ കോഴ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. അതായത് നമ്മൾ ചില സിനിമയിൽ കേട്ടില്ലേ, തുമ്പ സൊന്നാഗിരേ നീ പോമോനെ ദിനേശ, അവരുടെ ഒരു ഹാബിറ്റാണ് എന്തെങ്കിലും പറയുമ്പോഴേക്കും ഇങ്ങനെ അവരായിട്ട് ഉണ്ടാക്കിയ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതൊരു സ്പീച്ച് ഹാബിറ്റാണ്. അപ്പോൾ ഇഡിയോലെക്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്പീച്ച് ഹാബിറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഇഡിയോലെക്റ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ഈസ് യൂസ് ടു റെഫർ ടു ദ ഇഡിയോസിൻക്രസീസ് ഓഫ് എ ഇൻഡിവിജ്വൽ സ്പീക്കർ? ഉത്തരം എന്താണ്? ഇഡിയോലെക്റ്റ്. ഇനി ഡയലക്റ്റ് എല്ലാവർക്കും അറിയാം. ഒരു വേർഷൻ ഓഫ് ലാംഗ്വേജ് ആണ്. ഓരോ നാടിനനുസരിച്ചിട്ട് സംസാരം മാറും. അതിനെയാണ് ഡയലക്റ്റ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നുള്ളതൊരു പ്രോപ്പറായിട്ടുള്ളൊരു മലയാളം വേർഡില്ലേ, നിങ്ങൾ എന്ത് ചെയ്യുന്നു.
അത് കാസർഗോഡേക്ക് വരികയാണെങ്കിൽ നീ എന്താക്കുന്നു എന്ന് ചോദിക്കും. നീ എന്താക്കുന്നു. ഇതേ കാര്യം തന്നെ കാസർഗോഡിൻ്റെ ബോർഡറിലേക്ക് പോകുമ്പോഴും കണ്ണൂർ ബോർഡറിലേക്ക് വരുമ്പോഴും നീ എന്താക്കുന്നത് എന്നുള്ളത് മാറി മാറി വരും. അതാണ് സ്ലാങ് എന്ന് പറയുന്നത്. ഡയലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിലെ ഭാഷ, നാട്ടുഭാഷയാണ് ഡയലക്റ്റ്. സ്ലാങ് എന്ന് പറയുന്ന സമയത്ത് അതൊരു എന്താ പറയുക, നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് മാറും. ഇപ്പോൾ കാസർഗോഡ് എന്നുള്ളൊരു ജില്ലയെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഒരു വേർഡ് ഡയലക്റ്റും, കാസർഗോഡിലെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറുമ്പോൾ നാടൻ ശൈലിയിലേക്ക് മാറുന്നതിനെ സ്ലാങ് എന്നും വിളിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ചിട്ട് വാക്കുകൾ മാറുന്ന ഡയലക്റ്റും നാട്ടുഭാഷകൾക്കനുസരിച്ചിട്ട് മാറുന്നത് സ്ലാങ് എന്നും പറയും. ഓക്കെ, അപ്പോൾ 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായല്ലോ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷനാണ്. അതിൻ്റെ ഒരു തുമ്പ് പിടിച്ചിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്ഷൻസ് കൂടുതൽ വിശദാക്കേണ്ട കാര്യമില്ല. ചോദ്യത്തിലേക്ക് കിടക്കാം. A.S. Hornby, Harold Palmer and Michael West are associated with options: second language teaching, the oral approach and situational language teaching, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഓഡിയോ വിഷ്വൽ മെത്തേഡ്. അപ്പോൾ ഈ 4 മെത്തേഡുകളും എന്താണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ബന്ധപ്പെട്ട് പറഞ്ഞു. അപ്പോൾ A.S. ഹോൺബി, ഹെറോൾഡ് പാമർ, മൈക്കൽ വെസ്റ്റ്, ഇവർ 3 പേരും ദ ഓറൽ അപ്രോച്ച് ആൻഡ് സിറ്റുവേഷൻ ലാംഗ്വേജ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഇവർ 3 പേരും ആരാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൽബർട്ട് സിഡ്നി ഹോൺബി എന്നാണ് A.S. ഹോൺബി എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഒരു UK പേഴ്സൺ ആണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഗ്രമാരിയനും അതേപോലെ തന്നെ ലെക്സിക്കോഗ്രാഫറുമാണ്. ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണിംഗ് ഡിക്ഷണറി, നമ്മൾ ഈ A.S. ഹോൺബി എന്നുള്ള പേര് പലരും കേട്ടിട്ടില്ലെങ്കിലും ഈ പുസ്തകം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന ഏത് കുട്ടികളും കണ്ടിട്ടുള്ള ഒരു ഡിക്ഷണറി ആയിരിക്കും ഈ സംഭവം ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ A.S. ഹോൺബി എന്നുള്ള വ്യക്തി. ദെൻ ഹെറോൾഡ് പാമർ, അദ്ദേഹം ലണ്ടനിലാണ് ജനിച്ചത്. പക്ഷേ അദ്ദേഹം 14 വർഷത്തോളം ജപ്പാനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഓറൽ മെത്തേഡിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ജപ്പാൻ അതോറിറ്റിക്ക് വേണ്ടിയിട്ടൊരു ലാംഗ്വേജ് അഡ്വൈസറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റും ഫോണറ്റീഷ്യനും കൂടിയിട്ടാണ്. ദെൻ 1000 വേർഡ് ഇംഗ്ലീഷ് എന്നുള്ളൊരു വർക്ക് ആൽബർട്ട് സിഡ്നി ഹോൺബി, A.S. ഹോൺബിയുടെ കൂടെ തന്നെ ഹെറോൾഡ് പാമർ രണ്ടുപേരും കൂടിയിട്ട് എഴുതിയിട്ടുണ്ട്. അതും പഠിച്ചു വെക്കുക, 1000 വേർഡ് ഇംഗ്ലീഷ്. ഇനി മൈക്കൽ ഫിലിപ്പ് വെസ്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദ ന്യൂ മെത്തേഡ് റീഡേഴ്സ് എന്നുള്ളൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് മൈക്കൽ ഫിലിപ്പ് വെസ്റ്റ്. ഇവർ 3 പേരും ഏത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ദ ഓറൽ അപ്രോച്ച്, ഓറലി ലാംഗ്വേജ് പഠിക്കുക, ലാംഗ്വേജ് ടീച്ചിങ് എന്നുള്ള രീതിയിൽ ദ ഓറൽ അപ്രോച്ച് ആൻഡ് സിറ്റുവേഷണൽ ലാംഗ്വേജ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് പഠിക്കണം. ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇടണ്ടെന്ന് വെച്ചിട്ടാണ്. പഠിക്കാൻ ഈസി ആയിട്ട് 5 ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. നെക്സ്റ്റ് പരീക്ഷയ്ക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.